വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ വീഡിയോ ഓഫ് collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSc അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലെ മികച്ച കോളേജസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന വീഡിയോസും നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ അതൊക്കെ ഒന്ന് കാണുക. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും വാട്സപ്പ് ചാനൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. വളരെയധികം സാധ്യതകളുള്ള ഒരു കോഴ്സാണ് BSc ഇൻ അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്ന് പറയുന്നത്. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തും പുറത്തുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു കോഴ്സാണ് ഇത്. അതിനാൽ തന്നെ പ്രാക്ടിക്കൽ നോളജ് വളരെയധികം വേണ്ട ഒരു കോഴ്സ് കൂടിയാണ്. അപ്പോൾ ഈ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു കാലത്തിൽ അല്ലെങ്കിൽ വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുന്നത് മികച്ച ക്യാമ്പസുകളിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മികച്ച ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുകയുള്ളൂ. കാരണം ഈ ഒരു കോഴ്സ് പഠിക്കുന്ന കാലയളവിൽ നിങ്ങൾക്ക് തിയററ്റിക്കൽ നോളജിന് പുറമെ പ്രാക്ടിക്കൽ നോളജ് അത്രയധികം മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു കോഴ്സാണ് ഇത്. മാത്രമല്ല ക്ലിനിക്കൽ എക്സ്പോഷർ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, പിന്നെ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ് നടക്കുന്ന ക്ലാസ്സുകൾ, ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇവയെല്ലാം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റലോ, ഇനി ഇത് രണ്ടുമില്ല എന്നുണ്ടെങ്കിൽ മറ്റ് ടോപ്പ് ഹോസ്പിറ്റലുകളുമായിട്ട് പാർട്ട്നേർഡോ ആയിട്ടുള്ള ക്യാമ്പസുകൾ മാത്രം നിങ്ങൾ പഠിച്ചാലേ നിങ്ങളുടെ കരിയറിന് അത് ഗുണം ചെയ്യുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ക്യാമ്പസുകൾ ഉണ്ടായിരിക്കും. എന്നാൽ അതിൽ മികച്ചത് ചൂസ് ചെയ്യാൻ പലപ്പോഴും നിങ്ങൾക്ക് സാധ്യമാകണമെന്നില്ല. കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു നോളജ് ഈ ഫീൽഡിൽ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ ഏത് ക്യാമ്പസ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ആ ഒരു ക്യാമ്പസിൽ നോക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയെല്ലാം നിങ്ങൾക്ക് അറിയാത്തതാവാം ഇതിൻ്റെ എല്ലാം കാരണം. അവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കാരണം ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു മികച്ച സിറ്റിയിൽ ഈ ഒരു മികച്ച കോഴ്സ് പഠിക്കാൻ പറ്റുക എന്നുള്ളത് വളരെ മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ഒരുപാട് കോളേജുകളിൽ നിന്ന് ഏറ്റവും മികച്ച കോളേജുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കുറച്ച് ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ കുറച്ച് ക്യാമ്പസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ആദ്യത്തേതാണ് MS രമയ്യ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് ഹെൽത്ത് സയൻസസ് എന്ന് പറയുന്നത്. ഇത് UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള BSc അനസ്തേഷ്യോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയിൽ UG PG കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാംഗ്ലൂരിലെ ടോപ്പ് ബ്രാൻഡ് വാല്യൂ ഉള്ള ക്യാമ്പസുകളിൽ ഒന്നാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ 40% കുറയാത്ത മാർക്ക് നിങ്ങൾക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സുകളിൽ ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു 4 വർഷത്തെ കോഴ്സായിട്ടാണ്. അതായത് 3 വർഷത്തെ അക്കാഡമിക് നോളജ് പ്ലസ് 1 വർഷത്തെ ഇന്റേൺഷിപ്പ്. അടുത്തതാണ് വൈദേഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെൻറ്റർ. ഇത് ബാംഗ്ലൂരിലെ വൺ ഓഫ് ദ ടോപ്പ് ബ്രാൻഡ് വാല്യൂ ഉള്ള മെഡിക്കൽ കോളേജ് ഉള്ള ഒരു ക്യാമ്പസാണ്. ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്ട്സുകളിൽ 35% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഇവർ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ക്യാമ്പസാണ്. അതുകൂടാതെ ഒരു അക്കാഡമിക് ഇയറിൽ അവർ 20 ഇൻടേക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. അടുത്തതാണ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള RR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസസ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് 3 വർഷത്തെ അക്കാഡമിക് എക്സ്പീരിയൻസ് പ്ലസ് 6 മാസത്തെ ഇന്റേൺഷിപ്പോട് കൂടിയാണ്. ഇതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ 45% കുറയാത്ത മാർക്ക് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ ലഭിച്ചിരിക്കണം. ഇനി നിങ്ങൾ റിസർച്ച് കാറ്റഗറിയിൽ പെട്ട ആളാണെന്നുണ്ടെങ്കിൽ 40% കുറയാത്ത മാർക്ക് ലഭിച്ചാൽ മതിയാകും. അടുത്തതാണ് ഡീൻ ടു ബി യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ജെയിൻ യൂണിവേഴ്സിറ്റി. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിൽ 50% കുറയാത്ത മാർക്ക് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് 3 വർഷത്തെ കോഴ്സ് പ്ലസ് 1 വർഷത്തെ ഇന്റേൺഷിപ്പ്, അതും കോഴ്സ് കാലയളവിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് അതായത് OJT കൂടി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതാണ് ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസസ്. ഇത് ബാംഗ്ലൂരിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ ക്യാമ്പസുകളിൽ ഒന്നാണ്. ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിൽ പെട്ടവരാണെന്നുണ്ടെങ്കിൽ 45% കുറയാത്ത മാർക്കും, റിസർച്ച് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 40% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കണം. മാത്രമല്ല ഈ ഒരു കോഴ്സ് 3 വർഷത്തെ അക്കാഡമിക് എക്സ്പീരിയൻസ് പ്ലസ് 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ആയിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇത് മാത്രമല്ല ഇത്ര കോളേജസ് കൂടാതെ ഇനി മികച്ച കോളേജസ് വേറെയുമുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സപ്തഗിരി മെഡിക്കൽ കോളേജ്, ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്, ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് സയൻസസ്, മഞ്ജുശ്രീ ഇൻസ്റ്റിറ്റ്യൂഷൻസ്,
എനപ്പോയ യൂണിവേഴ്സിറ്റി. ഈ പറഞ്ഞ കോളേജുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ചൂസ് ചെയ്യാം. എന്തുകൊണ്ടാണെന്നറിയാമോ? കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മികച്ച ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസും അഷ്യൂർ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കും. അപ്പോൾ ബാംഗ്ലൂരിലെ ഈ മികച്ച കോളേജുകളിൽ നിന്ന് തന്നെ ആകട്ടെ നിങ്ങളുടെ അനസ്തേഷ്യോളജി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി എന്നുള്ള കരിയറിന്റെ തുടക്കം. അപ്പോൾ ഒട്ടും മടിക്കാതെ ഉടനെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ്സ് ഇന്ന് തന്നെ ഉറപ്പിക്കുക. മാത്രമല്ല വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കുകയുള്ളൂ.